എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ഓവനും ബീറ്ററും വിസ്കും ഒന്നുമില്ലാതെ ഒരു സ്പൂൺ വെച്ച് ഇട്ട ഒരു സൂപ്പർ ടേസ്റ്റിൽ ഒരു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഓവനും ബീറ്ററൊന്നും ഇല്ലാത്ത എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ എളുപ്പമാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് ഷുഗറാണ്, ഷുഗർ പൊടിച്ചതാണ്. ഇത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് നെയ്യാണ്. നെയ്യ് 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. കുറച്ചാണ് നെയ്യ് എൻ്റെ അടുത്തുള്ളൂ, ബാക്കി ഓയിലാണ് എടുക്കുന്നത്. നെയ്യ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഷുഗർ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഷുഗർ പൊടിച്ചതും നെയ്യും കൂടി സ്പൂണ് കൊണ്ട് നല്ലവണ്ണം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം സ്പൂണ് വെച്ച് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം ഉള്ള നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ചേർത്തതിന് ശേഷം ആട്ടപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് ഷുഗറിൻ്റെ പൊടിയാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ നെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ചേർത്തെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1 ടീസ്പൂൺ വാനില എസൻസും. ഇത് മൂന്നും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലവണ്ണം കൈവച്ച് കുഴച്ചെടുക്കാം. നല്ലവണ്ണം കൈവച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അല്പം പാലൊഴിച്ച് കൊടുക്കാം. ബാക്കി കുഴക്കുവാൻ ആവശ്യമുള്ള പാല് നമുക്ക് അല്പം ഒഴിച്ച് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ചേർത്തെടുക്കാം. ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ലൂസും ആയിപ്പോറ്, അധികം ടൈറ്റും ആയിപ്പോറ്. അല്പം കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം കുഴച്ച് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തീർത്ത് ഒഴിച്ച് കൊടുത്താൽ വെള്ളം കൂടിപ്പോകുന്നതിനാണ് അല്പം ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലവണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇതിന് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി കോല് വെച്ച് പരത്തിയെടുക്കാം. ഇത് ഈ ബിസ്ക്കറ്റൊക്കെ മുറിക്കുന്ന കട്ടറുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അത് എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ടാണ് ഷേപ്പ് കിട്ടാത്തത്. പിന്നെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടാണ് എല്ലാവരും ഇത് പരത്തിയെടുക്കുക. അതൊന്നുമില്ലാത്തത് കാരണം ഞാൻ അടിയിലും നല്ലൊരു ഇത് വിരിച്ച് സഞ്ചി നല്ല വൃത്തിയുള്ള അതിൻ്റെ മുകളിലും ഒന്ന് വെച്ച് കൊടുക്കണം. എന്നാലാണ് നമുക്ക്, അല്ലെങ്കിൽ ചപ്പാത്തിക്കോലുമ്മലും പലകേൻ്റെ മുകളിലൊക്കെ ഇത് പറ്റിപ്പിടിക്കും, പഞ്ചസാരയൊക്കെ ഇട്ടത് കൊണ്ട്. ഇതിൻ്റെ മുകളിലും അടിയിലും സഞ്ചി വെച്ച് പിരിച്ചു കൊടുത്തതാണ് ഞാൻ. ഇത് നമുക്ക് കട്ടി കുറച്ച് പരത്തിയെടുക്കാം. അധികം കട്ടി ഉണ്ടായാൽ നമ്മളെ ടൈമിന് ഇത് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും കട്ടി കുറച്ച് പരത്തിയെടുക്കാം. ഒരു ബിസ്ക്കറ്റിൻ്റെ കനം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. സാധാ ബിസ്ക്കറ്റിൻ്റെ കനത്തിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ബിസ്ക്കറ്റൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കനം കാണില്ല, അതേ കനത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക്
ഇതിൻ്റെ സൈഡൊക്കെ കട്ടി കുറച്ച് പരത്തിയെടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ പരത്തിയെടുക്കാം. കാരണം ഒന്നിന് കൂടിപ്പോയാൽ ഒന്ന് വെന്തിട്ടും ഒന്ന് വേഗമായി ആയിപ്പോകും. അതുകൊണ്ട് ഒരുപോലെ ഒരേ കട്ടിയിൽ കിട്ടണം നമുക്ക്, ഒരേ കനത്തിൽ. ഈ സൈഡൊക്കെ മുറിച്ച് മാറ്റാം. ഈ ബിസ്ക്കറ്റൊക്കെ മുറിക്കുന്ന കട്ടറുണ്ടെങ്കിൽ നല്ല എല്ലാ ഷേപ്പിലും മുറിച്ചെടുക്കാനും മോഡൽ വെക്കാനും ഒക്കെ സാധിക്കും. അതുള്ളവരാണെങ്കിൽ എല്ലാ മോഡലിലും ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ അടുത്ത് കത്തി മാത്രമായത് കൊണ്ടാണ് മുറിച്ച് മാത്രം എടുക്കുന്നത്. ഇതിൻ്റെ ബക്കിനൊക്കെ നല്ല ഡിസൈനൊക്കെ വെച്ച് കൊടുക്കാം കട്ടറുണ്ടെങ്കിൽ. ഇത് ഞാൻ കത്തി വെച്ച് മുറിച്ചാണ് എടുക്കുന്നത്. ഇതെല്ലാവർക്കും ഇതൊന്നും ഇല്ലാത്തവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കട്ടറുണ്ടെങ്കിൽ പെട്ടെന്ന് നീങ്ങിയൊന്നും പോകാതെ മുറിച്ച് കിട്ടും. ഈ സൈഡും നമുക്ക് മുറിച്ച് മാറ്റാം. ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സഞ്ചി വിരിച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ചപ്പാത്തി കോലുമ്മലും പലകേമലും ഒക്കെ പറ്റിപ്പിടിക്കും. നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് അതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല തീയിൽ വെച്ച് കൊടുത്തതാണ്. ഒരു 15 മിനിറ്റ് അത് ചൂടാവാൻ വെച്ചാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തത്. 15 മിനിറ്റ് അത് ആകുമ്പോഴേക്കും നമുക്കിതിന് ഹോൾസ് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ചൂടായി വരണം. 15 മിനിറ്റ് വരെ അത് വെക്കണം. ചൂടായിട്ടില്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആവില്ല. ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റിനും നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വെക്കുന്നൊരു പ്ലേറ്റോ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. ഓയിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ നെയ്യ് തടവിയിട്ട് ഇതിലെടുത്ത് വെക്കാം. അല്ലാതെ ഇത് എടുക്കുവാൻ നമുക്ക് ബിസ്ക്കറ്റ് വെന്ത് കിട്ടിയാൽ എല്ലാം എടുത്ത് മാറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഓയിൽ തടവി കൊടുത്തത്. എൻ്റെ അടുത്ത് ചെറിയ പ്ലേറ്റാണ്. വലുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലുതിൽ ഒറ്റ തവണ തന്നെ വെച്ചെടുക്കാം. ഇത് നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് വിതറി കൊടുക്കാം അല്പം. ബിസ്ക്കറ്റൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലെടുത്ത് വെച്ച് കൊടുക്കാം. ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ചൂട് കുറഞ്ഞാൽ പിന്നെ ബിസ്ക്കറ്റ് റെഡിയാവില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10-12 അതിലപ്പുറം വേണ്ട. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വെന്തിട്ടില്ല ഇത് കണ്ടാൽ. ഇത് കുറച്ച് കഴിഞ്ഞ് തണിഞ്ഞാലാണ് ഇതിന് ഉറപ്പ് കിട്ടുക. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആയിട്ടില്ല എന്ന്. കുറച്ച് കഴിഞ്ഞ് തണിയുമ്പോഴാണ് ഇത് റെഡിക്ക് ഉറപ്പ് കിട്ടുന്നത്. ഇത് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ആട്ടയായതുകൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റുമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് അറിയിക്കണം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.